ടൊവിനോ തോമസിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഇനി തിയേറ്റർ റിലീസ് വരാൻ പോകുന്ന നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ. മെയ് മാസമാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത് സിനിമയുടെ ടീം. അതും എമ്പുരാൻ എന്ന് പറഞ്ഞ ബ്രഹ്മാണ്ഡ സിനിമയുടെ റിലീസിന് ശേഷമായിരിക്കും നമ്മുടെ നരിവേട്ട എന്ന് പറഞ്ഞ ടൊവിനോ തോമസ് സിനിമ തിയേറ്റർ റിലീസിന് വരാൻ പോകുന്നത്. നമ്മുടെ ഷമീർ മുഹമ്മദാണ് അദ്ദേഹത്തിന് 50ാമത്തെ സിനിമ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നരിവേട്ട സിനിമയുടെ എഡിറ്റിംഗ് വർക്ക് നടക്കുന്ന ഒരു ഫോട്ടോ പുറത്തുവിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമകളാണ് രേഖാചിത്രം, മാർക്കോ സിനിമ. രണ്ടും മികച്ച സിനിമകൾ തന്നെയായിരുന്നു സിനിമയുടെ എഡിറ്റിംഗ് വർക്കുകൾ. നമ്മുടെ പരാശക്തി എന്ന സിനിമയിൽ നമ്മുടെ വെർസറ്റൈൽ പെർഫോമറായ നമ്മുടെ ബേസിൽ ജോസഫും സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ നിലവിലെ ഷൂട്ട് നടക്കുന്നത് ശ്രീലങ്കയിൽ വെച്ചിട്ടാണ്. എന്തായാലും സിനിമയുടെ ഭാഗത്ത് നിന്ന് ലൊക്കേഷൻ ഫോട്ടോ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും നല്ല കാസ്റ്റ് തന്നെയാണ് മലയാളം നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പരാശക്തി എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ജയം രവിൻ്റെ കൂടെ ഒരു ഫോട്ടോയാണ് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സത്യനന്ദിക്കാട് സിനിമേൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സിനിമയുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയ രീതിയിൽ 2 ലൊക്കേഷൻ സ്റ്റില്ല് പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയുടെ ടീം. എന്തായാലും നല്ല അപ്ഡേറ്റ് തന്നെയാണ് ഹൃദയപൂർവ്വം സിനിമയുടെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. നെസ്ലൻ്റെ വരാൻ പോകുന്ന മറ്റൊരു വമ്പൻ സിനിമയാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമ. ഒരു സ്പോർട്സ് കോമഡി എൻ്റർടൈനറാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമ. ഖാലിദ് റഹ്മാനാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ സിനിമേൻ്റെ മ്യൂസിക് അവകാശങ്ങൾ തിങ്ക് മ്യൂസിക് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏപ്രിൽ 10 അല്ലെങ്കിൽ ഏപ്രിൽ 11 ആയിട്ടാണ് സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നെസ്ലൻ, ലുക്മാൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. വിഷ്ണു വിജയാണ് ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. ഖാലിദ് റഹ്മാനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. കാത്തിരിക്കുന്ന നമുക്ക് മറ്റൊരു വമ്പൻ സിനിമയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഓരോ ടീംസ്. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് സിനിമയുടെ റിലീസിനായിട്ട്. ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ല് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഫഹദ് ഫാസിൽ, വിനയ് ഫോർട്ട് എന്നിവർ നിൽക്കുന്ന ഒരു ലൊക്കേഷൻ സ്റ്റില്ലാണ് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കുന്ന നമുക്ക് ഓടും കുതിര ചാടും കുതിര സിനിമയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്. നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ അജിത് അണ്ണൻ്റെ ഈ വർഷത്തെ 2ാമത്തെ സിനിമേൻ്റെ റിലീസൊക്കെ വരുന്നത് ഏപ്രിൽ മാസം 10 പടത്തിൻ്റെ പുതിയ സിംഗിൾ വരാൻ പോവുകയാണ് ആദ്യ ഗാനം. OG സംഭവം എന്നാണ് പാട്ടിന് പേര് നൽകിയിരിക്കുന്നത്. മാർച്ച് 18 സിനിമേൻ്റെ ആദ്യ ഗാനം പുറത്തിറങ്ങാൻ പോകുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷകൾ തന്നെയാണ് അതിക് രവിചന്ദ്രൻ്റെ ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ഫസ്റ്റ് സിംഗിളിനായിട്ട്. സുരേഷ് ഗോപിയുടെ 250ാം സിനിമയുടെ അപ്ഡേറ്റ് ആണ് അടുത്ത. സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ മാസാവസാനമായിട്ട്. ഇരാട്ടുപെട്ട അതുപോലെ തന്നെ പാല എന്നീ സ്ഥലത്താണ് സിനിമ സെക്കൻഡ് ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുന്നത്. 90 ദിവസത്തെ ഷെഡ്യൂളാണ് ഇവിടെ സെക്കൻഡ് ഷെഡ്യൂളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഈ ഇടങ്ങളിലായിട്ട്. ഗോകുലം മൂവീസ് നമ്മുടെ സുരേഷ് ഗോപിൻ്റെ സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്ന ഈ വർഷത്തെ ക്രിസ്മസിനായിട്ടാണ്. കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ആസിഫ് അലീൻ്റെ വരാൻ പോകുന്ന സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് 2 അപ്ഡേറ്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മിറാജ് എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അത് മാത്രമല്ല ഇനി അദ്ദേഹത്തിന് വരാൻ പോകുന്ന ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ടക്കീറ്റ അതുപോലെ തന്നെ മാത്തുക്കുട്ടി സേവിയറിൻ്റെ സിനിമ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ആസിഫ് അലീൻ്റെ വരാനിരിക്കുന്ന ലൈനപ്പിനായിട്ട്. വീരധീരൻ സൂരൻ എന്ന് പറഞ്ഞ സിനിമ ഒരു മാറ്റമില്ല റിലീസിനായിട്ട്. നമ്മുടെ എമ്പുരാൻ സിനിമയുടെ ഒരു ക്ലാഷ് റിലീസ് തന്നെയാണ് ചെയ്യുന്നത്. SJ സൂര്യ അതുപോലെ തന്നെ നമ്മുടെ ചിയാൻ വിക്രം, സുരാജ് വെഞ്ഞാറമ്മൂട് എന്നിവരൊക്കെയാണ് സിനിമയുടെ കാസ്റ്റായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ റിലീസിനായിട്ട്. നല്ല കില്ലൻ പ്രൊമോഷൻസാണ് നടക്കുന്നത്. നമ്മുടെ സൂര്യാണ്ണൻ്റെ 45ാമത്തെ സിനിമേൻ്റെ പാട്ടിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ പുതിയൊരു ഫോട്ടോ പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയുടെ ടീം. RJ ബാലാജി അതുപോലെ തന്നെ നമ്മുടെ സായ് അഭ്യങ്കർ 2 പേരും നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി. എന്തായാലും കാത്തിരിക്കാം നമുക്ക്. അതുമാത്രമല്ല സൂര്യാണ്ണൻ്റെ പുതിയ ലുക്കും നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് പുതിയൊരു ഫോട്ടോ ആയിട്ട്. ഇതിലും അടുത്ത അപ്ഡേറ്റിലൂടെ തന്നെ പോകാം, നമുക്ക് ഒട്ടും സമയം കളയാതെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ വിഷ്ണു വിശാൽ അതുപോലെ തന്നെ നമ്മുടെ മമിത ബൈജ് എന്നിവർ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. സിനിമേൻ്റെ ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക് പോസ്റ്റേഴ്സ് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇന്നലെയും ഇന്നുമായിട്ട്. സിനിമ നമ്മുടെ ഡിബു നീനാണ് തോമസ് ആണ് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. രാംകുമാർ ആണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഇതിനെ കഴിഞ്ഞ സിനിമ രാക്ഷസൻ സിനിമയാണ് ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ. എന്തായാലും റിലീസ് ചെയ്ത് കൺഫേം ചെയ്തിട്ടില്ല വിഷ്ണു വിശാൽ മമിത ബൈജ് സിനിമേൻ്റെ. കണ്ടിട്ടൊരു ഫീൽ ഗുഡ് സിനിമ പോലെ തോന്നുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിൻ്റെ റിലീസിനായിട്ട്. കൂൾ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റഡീസ് യൂട്യൂബ് ചാനൽ.